കോഴിക്കോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിന്റെ ഭാഗമായി ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല എന്നടക്കമുള്ള നേരത്തെയുള്ള നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാക്കണമെന്നില്ല. എങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇതേക്കുറിച്ച് ആളുകൾക്കറിയാം. അപ്പോൾ പൊതുവിൽ വരുന്നൊരു സംശയം, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലക്കുളത്തിൽ കുളിക്കാമോ, അല്ലെങ്കിൽ പൊതുക്കുളത്തിൽ കുളിക്കാമോ, പുഴയിൽ പോയി കുളിക്കാമോ, തോട്ടിൽ പോയി കുളിക്കാമോ, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തകൾ തന്നെയാണ്. അതായത് വളരെ ട്രാജിക് ആയിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത്. തീരെ ചെറിയ കുട്ടികൾ ഈ ഒരു രോഗത്തിന് കീഴടങ്ങുക. അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് ഈ അമീബയെ വിശേഷിപ്പിക്കാറ്. അതിന്റെ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നേരത്തെ ഈ ഇൻഫോഗ്രാഫികളെല്ലാം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: അമ്പലക്കുളത്തിൽ കുളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അമീബ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബകൾ ധാരാളം ജീവിക്കുന്നുണ്ട്. ഇപ്പൊ അമ്പലക്കുളത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ പൈപ്പിൽ പോലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി കുളിച്ചാൽ മാത്രമേ ഇത് വരൂ എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിൽ മാത്രമല്ല, സാധാരണ മനസ്സിലാക്കുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇതുള്ളത്. സാധാരണ അധികം ആളുകൾ ഉപയോഗിക്കാത്ത ജലത്തിലായിരിക്കും ഇതുണ്ടാവുക. അല്ലെങ്കിൽ സമയത്ത് ഈ വെള്ളം മാറ്റി നമ്മൾ ഇറക്കുക എന്നൊക്കെ ഓരോ പ്രാദേശികമായി ഓരോ വാക്കുകൾ പറയും. ജലം മുഴുവൻ പുറത്തേക്ക് കഴിഞ്ഞ് വീണ്ടും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയൊക്കെ നമ്മുടെ പരമ്പരാഗതമായി തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യാത്തയിടത്താണ് ഇത് വരിക എന്നാണ് ഒറ്റ കേൾവിയിൽ മനസ്സിലാകുക. അങ്ങനെയല്ലേ? അത് ശരിയല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ സ്രോതസ്സുകളിലും ഇതുണ്ട്. മാത്രവുമല്ല, നമ്മളിപ്പോൾ ജലം ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഈ അമീബയ്ക്ക് സിസ്റ്റ് എന്നുള്ള അതിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ചിലർക്ക് ഓർമ്മയുണ്ടാവും. ഈ ഓരോ അമീബയുടെയും ലൈഫ് സൈക്കിൾ സിസ്റ്റ് എന്ന് പറയുന്ന ഒരു വകഭേദമുണ്ട്. ഒരു സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമീബ ചുരുങ്ങി ഒരു ചെറിയൊരു ഗോളമായി മാറുന്നു. അതിന് ചൂടിനെയും കെമിക്കൽസിനെയും എല്ലാം അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അമീബയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അത് പോയി സിസ്റ്റായിട്ട് മാറി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ആ ഭീഷണി മാറുമ്പോൾ അത് ഇറങ്ങി വരും. അതാണ് അമീബയുടെ രീതി. അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരിയാണ്, ശുചീകരണ എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ നമ്മൾ രോഗത്തെ കൃത്യമായി അറിഞ്ഞു വേണം ഈ നടപടികളിലേക്ക് കടക്കാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നമ്മൾ ഏത് ജലസ്രോതസ്സിൽ ഇറങ്ങിയാലും ശരി, വീട്ടിലാണെങ്കിലും ശരി, മൂക്കിനുള്ളിലേക്ക് പൈപ്പിൽ നിന്നുള്ള വെള്ളമോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നുള്ള വെള്ളമോ ആറ്റിൽ നിന്നുള്ള വെള്ളമോ കയറ്റാതിരിക്കുക. നീന്തൽക്കുളമാണെങ്കിലും ശരി. അതുകൊണ്ട് ആ ഒരൊറ്റ ഡിറക്ഷൻ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും കുളിക്കുകയും മിക്കവരും തന്നെ പലവിധ ജലസ്രോതസ്സുകളിൽ ഇറങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്രയും വിരളമായിട്ടുള്ള ഒരു രോഗത്തെ തടുക്കാനായിട്ട് നമുക്കിപ്പോ നമ്മുടെ ജലസ്രോതസ്സുകളെ ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യം ഇതാണ്: മൂക്കിനകത്തേക്ക് അനാവശ്യമായിട്ട് വെള്ളം കടത്തരുത് എന്നുള്ളത് ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് മുമ്പോട്ട് വയ്ക്കണം. ഞാൻ ഉദാഹരണം പറയാം. സാധാരണ നിലയിൽ തോന്നുന്നു, ഇപ്പൊ കുളിക്കുമ്പോൾ സാധാരണ മൂക്കിൽ വെള്ളം ഉണ്ടാകും, മുഖം കഴുകും അല്ലെങ്കിൽ ഷവർ ചെയ്യും, മുഖം കഴുകാറുണ്ട് എല്ലാ ദിവസവും, നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറമേ മൂക്കിലേക്ക് അധികം വെള്ളം കയറരുത് എന്നുള്ളതാണോ? അങ്ങനെയല്ല. കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും നമ്മൾ മൂക്കിനുള്ളിൽ വെള്ളം കയറ്റുന്നില്ല. കാരണം മൂക്കെന്ന് പറയുന്നത് വലിയൊരു മുറിയാണ്. അനേകം മുറികളും മറ്റുള്ളൊരു കൊട്ടാരം പോലൊരു സംഭവമാണ് ഇതിനകത്തിരിക്കുന്നത്. നേസൽ ക്യാവിറ്റി എന്ന് പറയും. നമ്മൾ അതിന്റെ സുഷിരങ്ങൾ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഈ സുഷിരത്തിനകത്തേക്ക് 1-2 തുള്ളി പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനുള്ളിലേക്ക് നമ്മൾ വലിച്ചു കയറ്റുന്നില്ലല്ലോ വെള്ളം. അങ്ങനെ വലിച്ചു കയറ്റുന്ന ശീലമുള്ളവരിൽ ഇത് വരികയും അവർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതായിട്ട് ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ US തന്നെ ഒരു കേസ് റിപ്പോർട്ടുണ്ട്. വെർജിൻ ഐലൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 47-കാരൻ, അദ്ദേഹത്തിന് എല്ലാ ദിവസവും 3-4 തവണ മൂക്കിനുള്ളിൽ വെള്ളം കടത്തിവിട്ട് അത് ശുചീകരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതിന് കാരണമൊന്നും നമുക്കറിയില്ല, ഓരോരുത്തരുടെ രീതികളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ടാപ്പുകളിലും മറ്റും എല്ലാം ഈ അമീബകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. അതിനുശേഷമാണ് ശക്തമായിട്ടുള്ള അഡ്വൈസറി വന്നത്: ഏത് സാഹചര്യമാണെങ്കിലും ശരി, മൂക്കിനകത്തേക്ക്
സ്റ്റെറൈൽ അല്ലാത്ത, അതായത് ഡിസ്റ്റിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ബാക്ടീരിയ ഫ്രീ, പാത്തജൻ ഫ്രീ ആയിട്ടുള്ള പ്യൂരിഫൈഡ് വാട്ടർ അല്ലാതെ വേറെ യാതൊരു വെള്ളവും ജലവും മൂക്കിനുള്ളിലേക്ക് കടത്തരുത് എന്നുള്ളതാണ് അഡ്വൈസറി. ഇത് മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും 2-3 കേസുകൾ നമുക്ക് തടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മുടെ ജലസ്രോതസ്സുകളിൽ പോയി ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, അപ്പോൾ ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമായി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അടിക്കടി ഉണ്ടാകുന്നത്? നേരത്തെയും ഉണ്ടായിരുന്ന രോഗം തന്നെയാണ്. ഈ രോഗത്തിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്? ഇനി അത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്? അത്തരം ആശങ്കകളാണല്ലോ ഈ വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരിക. ഡോക്ടർ, നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്കറിയാം ഇവിടെയുള്ള ആരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണ്. മിക്കവാറും എല്ലാവിധ രോഗങ്ങളും നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിപ്പ കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. പക്ഷെ അതൊരു സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ആയിട്ട് ചിലപ്പോൾ അത് ക്ലാസിഫൈ ചെയ്യുന്നിരിക്കാം. പക്ഷെ നമ്മൾ അതിനെ മെനിഞ്ചൈറ്റിസിന് അപ്പുറത്തേക്ക് ഇത് അമീബ കൊണ്ടുണ്ടാകുന്ന മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. ഇനിയും ഇതുണ്ടാകും. കാരണം ഇതേപ്പറ്റി അവയർനെസ് ഉണ്ടാകുന്നതനുസരിച്ച് ഡോക്ടർമാർക്ക് ഇത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. രോഗം കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്നല്ല, രോഗം ഉണ്ടാകുമ്പോൾ നമുക്കത് കണ്ടെത്താനുള്ള കഴിവും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ മരണപ്പെട്ട മറ്റേ ഈ കഴിഞ്ഞ കാലിക്കറ്റിൽ കോഴിക്കോടിൽ 2 കേസ് ഉണ്ടായതിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ കിണറ്റിൽ ഈ അമീബയെ കണ്ടെത്തിയെന്ന് കണ്ടു. അത്യാവശ്യം എല്ലാ കേസ് റിപ്പോർട്ട്സിലും, ഇപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ കേസ് റിപ്പോർട്ട് നോക്കിയാലും തന്നെ എല്ലാവിധ സ്രോതസ്സുകളിലും ഇതിനെ കാണാറുണ്ട്. നമ്മുടെ നിലത്തുള്ള ബയോഫിലിം എന്ന് വിളിക്കുന്നത്, നമ്മൾ തെന്നുമല്ലോ, നമ്മൾ ചിലപ്പോൾ മഴക്കാലത്ത് നടക്കുമ്പോൾ തെന്നാറില്ല, അതിന് ബയോഫിലിം എന്നാണ് വിളിക്കുന്നത്. ഈ ബയോഫിലിമിലെല്ലാം ഈ അമീബകൾ ജീവിക്കുന്നുണ്ട്. ഈ അമീബ എന്ന് പറഞ്ഞാൽ ഒരു തരം അമീബയല്ല, അത് പലതരം അമീബകളുണ്ട്. നീഗ്ലേറിയ ഉണ്ട്, എക്കാന്തമീബ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള അമീബകളുണ്ട്. അതിലെല്ലാം തന്നെ എല്ലാവരും ഇങ്ങനെ നമ്മളെ ആക്രമിക്കുകയൊന്നുമില്ല. പക്ഷെ അതിൽ നെഗ്ലേറിയയാണ് ഏറ്റവും, ഐക്കാന്തമീബ, ഇത് രണ്ടുമാണ് ഏറ്റവും അധികം മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷെ മൂക്കിനകത്തേക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഏറെ നേരം കളിക്കുകയും മുങ്ങുകയും മറ്റും ചെയ്യുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ മൂക്കിനുള്ളിലേക്ക് ശക്തമായിട്ട് വെള്ളം കയറുന്നിരിക്കാം, ചിലപ്പോൾ അതവിടെ തങ്ങി നിന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നേരത്തെ വിശദീകരിച്ച പോലെ തലച്ചോറും നമ്മുടെ മൂക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂക്കിനുള്ളിലുള്ള ക്യാവിറ്റിയാണ്, മുറി പോലെ ഒരു ക്യാവിറ്റിയാണ്. ആ 2 മുറികളും തമ്മിൽ, തലച്ചോറ് ഒരു മുറിക്കകത്തിരിക്കുന്നു, മൂക്ക് വേറൊരു മുറിയാണ്. അത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാർട്ടീഷനുണ്ട്, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിലെ ലോലമായിട്ടുള്ള ഒരു പാളിയിൽ കൂടിയാണ് ഈ അമീബ ഉള്ളിൽ കയറുന്നത്. അത് കുഞ്ഞുങ്ങളിൽ അത് വളരെ ലോലമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ മുതിർന്നവർക്കും ഇത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മെക്കാനിസം ഇത് തന്നെയാണ്. ഇനി ചെവിക്കകത്തുകൂടി ഇത് കയറുന്നോ എന്നുള്ളത് ഊഹം മാത്രമാണ്, അതിന് ഡോക്യുമെന്റേഷൻ ഇല്ല. ഇനി ഒരു ചോദ്യം വരാൻ ഇടയുള്ളത്, അഥവാ ഈ അമീബയ്ക്കുള്ളിൽ മറ്റ് ബാക്ടീരിയകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ അമീബ ഒരു ലോറിക്കകത്ത് കുറെ ആൾക്കാർ കയറി പോകുന്നത് പോലെ, ലോറി പോകുന്നിടത്തെല്ലാം ആളുകളും പോകുന്നു എന്ന് പറയുന്നത് പോലെ, ഈ അമീബയ്ക്കുള്ളിൽ ചിലപ്പോൾ രോഗാണുക്കൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പക്ഷെ ഇതുവരെയുള്ള പഠനങ്ങളിലൊന്നും ഈ അമീബയ്ക്ക് പുറമെ ഈ ബാക്ടീരിയ മൂലം മസ്തിഷ്കത്തിൽ പ്രശ്നമുണ്ടായതായിട്ട് അറിയില്ല. എങ്കിലും ശാസ്ത്രം പുരോഗമിക്കുകയാണ്. പുതിയ അറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് അറിയിക്കാം. നന്ദി ഡോക്ടർ. ഏതായാലും വളരെ പ്രാഥമികമായ ചില ചോദ്യങ്ങളാണ് സാധാരണ എല്ലാവരുടെയും, എൻ്റെയും സാധാരണ കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന സാധാരണ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങളിൽ അങ്ങ് വളരെ കൃത്യമായി ശാസ്ത്രീയമായി കാര്യങ്ങളെ വിശദീകരിച്ചു. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്ക ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നു. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മെച്ചം കൊണ്ട് തന്നെ അത് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഉൾപ്പെടെ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് ജലം കയറാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുളത്തിലെ ജലത്തിൽ മാത്രമല്ല, ടാപ്പിലൂടെ വരുന്ന ജലത്തിൽ ഉൾപ്പെടെ ഈ അമീബിക് ബാക്ടീരിയയുടെ സാന്നിധ്യം, അമീബയുടെ സാന്നിധ്യം ഉണ്ട് എന്നതാണ് ഡോക്ടർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം എന്നുള്ള ഒരു കരുതലാണ് ഈ സാഹചര്യത്തിൽ വേണ്ടത് എന്നാണ് ഡോക്ടർ രാജീവ് ജയദേവൻ വിശദീകരിച്ചത്. നന്ദി ഡോക്ടർ.